അത് ഗവൺമെൻറ് ഒന്ന് പുനഃപരിശോധിക്കേണ്ട ആവശ്യമാണ്. അതിൻ്റെ അകത്ത് രാഷ്ട്രീയമല്ല ഇത്. വേണ്ടാത്ത ഒരു ഇലക്ഷൻ ജയിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ പറഞ്ഞതായിരിക്കാം, പക്ഷേ അത് തെറ്റായ ഒരു തീരുമാനമാണ്, ഒരു കീഴ്വഴക്കമാണ്. അതിനെ ഞാൻ എതിർക്കുന്നു. ഞാൻ ഇനി ഇത് സൗജന്യമായിട്ട് നടപ്പിലാക്കിയാൽ പോലും എൻ്റെ ഭാര്യയോ മക്കളോ ബസ്സിൽ കയറിയാൽ ടിക്കറ്റ് എടുത്തായിരിക്കും യാത്ര ചെയ്യുന്നത്. അങ്ങനെ കണക്കൂട്ടുന്ന ഒരാളാണ് ഞാൻ. പ്രൈവറ്റ് ബസ്സിൽ അവർ സമ്മതിക്കില്ല. അവർക്ക് കാശ് മുടക്കി സാധനം മേടിച്ചിട്ട് അവർക്ക് സൗജന്യം കൊടുക്കാൻ പറ്റില്ല. അവരിപ്പോൾ കൂലി കൂട്ടാനായിട്ട് അവരാലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ കുറക്കുമോ? ഇല്ല. പെട്രോളും ഡീസലിനും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ സാധന സാമഗ്രികൾക്കും വില കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഇവർ സൗജന്യ യാത്ര പ്രൈവറ്റ് ബസ് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് ശരിക്കും ഇലക്ഷൻ്റെ മുമ്പിൽ കാണിച്ച ഒരു തട്ടിപ്പാണെന്ന് എന്നെപ്പോലുള്ള എനിക്ക് തോന്നുന്നതാണ്. സ്വകാര്യ ബസ്സുകളെ ഇവരെന്ത് ചെയ്ത് സഹായിക്കും? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ടാക്സ് കുറയ്ക്കുമോ ഇവർ? ഇല്ലല്ലോ. സ്വകാര്യ ബസ്സുകളുടെ ടാക്സ് എത്രയാണ്? ആ ഭീമമായ ടാക്സ് ഇവർ കുറയ്ക്കുമോ? ഇല്ലല്ലോ. KSRTCയിലെ കാര്യമല്ലേ ചോദിക്കുന്നത്? സൗജന്യ യാത്ര. KSRTCയിൽ സൗജന്യ യാത്ര ആദ്യം ഇലക്ഷന് മുമ്പ് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എല്ലാ KSRTCയിലും VD സതീശൻ്റെ ഒരു വീട് കയറി ചെന്നിട്ട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. അതുകൂടാതെ KC വേണുഗോപാലും നമ്മുടെ പിഷാരടി ഒരു ബസ്സിൽ നിന്ന് യാത്ര ചെയ്തുകൊണ്ട് പറയുന്ന ഒരു സംഭാഷണമുണ്ട്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്. അത് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയും പോകാം. അവിടം വരെയുള്ള KSRTC സർവീസുള്ള എന്ന് പറഞ്ഞ ഇലക്ഷന് മുമ്പ്. ഇപ്പോൾ അവർ പറയുന്നത് അതില്ല, ഇനി അതിനെക്കുറിച്ച് തീരുമാനം. അത് കഴിഞ്ഞ് 15 ഓരോ മാസം 15-ാം തീയതി അങ്ങ് നീട്ടിക്കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓർഡിനറി ബസ്സിലേ ഉള്ളെന്ന്. ഈ ഓർഡിനറി ബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ എത്ര KSRTCക്ക് ഓർഡിനറി ബസ്സുണ്ട്? LS-ഉം ഫാസ്റ്റും അതിന് മുകളിലേക്കുള്ള വണ്ടിയല്ലാതെ ഓർഡിനറി ബസ് വല്ല ഗ്രാമപ്രദേശങ്ങളെങ്കിലും 1-2 ബസ്സുകൾ കാണുമായിരിക്കും. അല്ലാതെ വേറെ ബസ്സുകൾ എവിടെയാണ് ഉള്ളത്? ഓർഡിനറി ബസ്സിൽ 15 ദിവസം അല്ലെങ്കിൽ 100 ദിവസം എന്നാണ് ഇപ്പോൾ പറഞ്ഞേക്കണം. അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് സൗജന്യം. അപ്പോൾ ഇത് ശരിക്കും ഇലക്ഷൻ്റെ മുമ്പിൽ കാണിച്ച ഒരു തട്ടിപ്പാണെന്ന് എന്നെപ്പോലുള്ള എനിക്ക് തോന്നുന്നതാണ്. കാരണം ഈ ഓർഡിനറി ബസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വളരെ കുറവാണ്. കേരളത്തിൽ എവിടെയാണ് ഓർഡിനറി ബസ്സുള്ള? ഇപ്പം ഞങ്ങളുടെ ഇത് തലയോലപ്പറമ്പ് എറണാകുളം റൂട്ടാണ്. ഈ റൂട്ടിൽ ഒറ്റ ഓർഡിനറി ബസ് പോലും ഇല്ല. ഉള്ളത് കുറച്ച് KSRTC ഉള്ളത് LS-ഉം ഫാസ്റ്റ് പാസഞ്ചറും ഉള്ളു. അവിടെയൊന്നും സൗജന്യം. അപ്പോൾ ഇത് തട്ടിപ്പല്ലായിരുന്നോ? ഇലക്ഷന് വേണ്ടിയിട്ട് ഇത് പാവപ്പെട്ട സ്ത്രീകൾ ഇതെല്ലാം വിശ്വസിച്ച് വോട്ടിങ് ചെയ്ത് അവർ ജയിച്ച് ഇനി അനുഭവിക്കേണ്ട ആ സ്ത്രീകൾ തന്നെ. അല്ലാതെ ഇപ്പം എന്താ പറയണം? ഒരു സ്വകാര്യ ബസ്സുകൾ കടമെടുക്കാന്നൊരു പ്ലാൻ ഇടുന്നുണ്ട് ഇത് നടപ്പിലാക്കാൻ വേണ്ടി. അപ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സ്വകാര്യ ബസ്സുകൾ ഇപ്പോൾ ഈ സൗജന്യ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും സ്വകാര്യ ബസ്സുകൾക്ക് നഷ്ടമാണ്. ഇപ്പം തന്നെ സ്വകാര്യ ബസ്സുകൾ തന്നെ ശരിക്കും സർവീസ് നടത്തുന്നത് വളരെ കുറച്ച് ഇല്ല. എന്ന് വെച്ചാൽ ലാഭകരമല്ല എന്നാണ് ഇത്. ഈ രാവിലെയും വൈകിട്ടുമുള്ള ഇതുകൊണ്ടാണ് അവർ കഷ്ടിച്ച് പിടിച്ചു നിൽക്കുന്നത്. എന്നാലും പിന്നെ KSRTC ഇങ്ങനെ ഫ്രീയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സ്വകാര്യ ബസ്സുകൾ ശരിക്കും നഷ്ടത്തിലാകും. ഞാൻ സ്വകാര്യ ബസ്സിൻ്റെ ആളായിട്ടല്ല, ഞാനൊരു ബസ് തൊഴിലാളിയായിരുന്നു നേരത്തെ. അതുകൊണ്ട് എനിക്ക് സ്വകാര്യ ബസ്സിൻ്റെ കാര്യങ്ങൾ അറിയാം. അപ്പം നഷ്ടമില്ല ലാഭമില്ലാത്ത വിധത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇനി KSRTC ഇങ്ങനെ സൗജന്യം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സ്വകാര്യ ബസ്സുകൾ നഷ്ടത്തിലാകും. അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്യും? അല്ല, അവരെയും കൂടെ കൂട്ടുപിടിച്ച് സ്വകാര്യ ബസ്സുകളും KSRTCയും തമ്മിലൊരു ഇത് വെച്ചിട്ട് ഈ പ്രാബല്യത്തിൽ നടപ്പിലാക്കാനാണ് അവരിപ്പോൾ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആ പദ്ധതി നടപ്പിലാക്കുന്ന കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വകാര്യ ബസ്സുകളെ ഇവരെന്ത് ചെയ്ത് സഹായിക്കും? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ടാക്സ് കുറയ്ക്കുമോ ഇവർ? ഇല്ലല്ലോ. സ്വകാര്യ ബസ്സുകളുടെ ടാക്സ് എത്രയാണ്? ആ ഭീമമായ ടാക്സ് ഇവർ കുറയ്ക്കുമോ? ഇല്ലല്ലോ. സ്വകാര്യ ബസ്സുകളെ ഏത് രീതിയിൽ ഇവർ സഹായിക്കുമെന്നാണ് പറയുന്നതിന് ഒരു ലോജിക്ക് വേണ്ടേ? ഇന്ന കാരണത്താൽ ഞങ്ങളത് സഹായിക്കും എന്ന് ഈ ഗവൺമെൻറ് പറയണ്ടേ? അത് പറയുന്നില്ലല്ലോ. സ്വകാര്യ ബസ്സുകളും KSRTC ആയിട്ട് ഒത്തുകൊണ്ട് ഇത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നടപ്പിലാക്കുന്ന ഒരു കാര്യമല്ല, നടപ്പിലാവുകയോ ഇല്ല. പറയാമെന്ന് മാത്രം. സ്വകാര്യ ബസ്സുകളും ഞങ്ങളുമായിട്ട് അത് നടക്കുന്ന കാര്യമല്ല എന്നേ എനിക്ക് പറയാനുള്ളൂ.
നമുക്കറിയാം സ്ത്രീകളെ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ സ്ത്രീകളും ഇതുപോലെ ബസ്സിൽ യാത്ര ചെയ്യാൻ സൗകര്യമില്ലാത്തവരല്ല. അതായത് ഇപ്പം നമുക്ക് 80% സ്ത്രീകളാണ് KSRTCയിൽ യാത്ര ചെയ്യുന്നത്. സ്വകാര്യ ബസ്സിലും അപ്പം അതിനകത്ത് കൂടുതലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ അവരെ വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഫ്രീ യാത്ര ആനുകൂല്യം ലഭിക്കുന്നത് സർക്കാരിന് അത് വീണ്ടും നഷ്ടത്തിലോട്ടല്ലേ കൊണ്ടുപോകുന്നത്? അത് നഷ്ടത്തിലേക്ക് കൊണ്ടുപോകുള്ളൂ. അതാ പറഞ്ഞ ദീർഘവീക്ഷണമില്ലാത്ത അല്ലെങ്കിൽ ഇതില്ലാതെ ഇലക്ഷന് ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രസ്താവന നടത്തി എന്നുള്ളതേ ഞാൻ കാണുന്നുള്ളൂ. ഇപ്പോൾ എൻ്റെ ഭാര്യയും ജോലിക്ക് പോകുന്ന സ്വകാര്യ ബസ്സിലാണ് പോകുന്നത്. KSRTCയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇത്, പക്ഷേ ഈ റൂട്ടിൽ KSRTC കുറവാണ്. എൻ്റെ ഭാര്യയും ജോലിക്കാരത്തിയാണ്, അവരൊക്കെ സ്വകാര്യ ബസ്സിലാണ്. അപ്പോൾ ഇത് ഇലക്ഷന് ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊപ്പഗണ്ട ഉണ്ടാക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായമുള്ളൂ. ഞാൻ ഒരു 10-25 കൊല്ലം സർക്കാർ സർവീസിലുണ്ടായിരുന്ന ആളെന്നുള്ള നിലയിൽ പറയുക, KSRTC എന്ന് പറയുന്നത് നിലവിൽ നഷ്ടത്തിലോടുന്ന ഒരു സ്ഥാപനമാണ്. ഒരാളെ പോലും സൗജന്യമായിട്ട് കയറ്റിയാൽ അത്ര നഷ്ടം സംഭവിക്കുന്ന ഒരു സ്ഥാപനമാണ് KSRTC. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാം. ഓർഡിനറിയിലാണെങ്കിൽ പോലും ഓർഡിനറി ബസ്സിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന നമ്മുടെ കേരളത്തിൽ സർക്കാർ ജീവനക്കാരാണ്. ഇപ്പം കോട്ടയം കളക്ടറിലേക്ക് വൈക്കത്തു നിന്നും ആലപ്പുഴയിൽ നിന്നും ചേർത്തലയിൽ നിന്നൊക്കെ ബസ് വരുന്നുണ്ട്, സർക്കാർ ജീവനക്കാർ വരുന്ന ആ വണ്ടിയിൽ വരുന്നതിൽ കൂടുതലും വനിതാ ജീവനക്കാരാണ്. ഇപ്പം നമ്മൾ കളക്ട്രേറ്റ് നിങ്ങൾക്കറിയാലോ, കളക്ട്രേറ്റ് വൈകുന്നേരം വിട്ട് കഴിയുമ്പം പോകുന്ന കണ്ട വനിതാ കോളേജിൽ നിന്ന് ആൾക്കാർ പോകുന്ന പോലെയാണ്. കാരണം സർക്കാർ സർവീസിൽ വനിതകളാണ് 80% ഇപ്പം നിലവിലുള്ളത്. ഇപ്പോൾ ഇവർക്ക് ഈ 10,000-60,000 രൂപ ശമ്പളമുള്ള ആളുകൾ എന്തിന് സൗജന്യ യാത്ര നൽകണം ഈ നഷ്ടത്തിലോടുന്ന ഒരു സ്ഥാപനത്തിൽ? അപ്പം അതിനെ ഞാൻ എതിർക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പ്രത്യേക വിഭാഗങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ വേണമെങ്കിൽ യാത്ര അനുവദിക്കാം. അത് പ്രത്യേകിച്ച് കാർഡ് കൊടുത്തുകൊണ്ട്, അല്ലാതെ മുഴുവൻ ആളുകൾക്കും. അമേരിക്കയിലുള്ള പിള്ളേർ എല്ലാവരും അമേരിക്കയിലും ഇവിടെ അച്ഛനും അമ്മയുണ്ടെങ്കിൽ അവർക്ക് സൗജന്യ യാത്രയുടെ ആവശ്യമുണ്ടോ? അത് ഗവൺമെൻറ് ഒന്ന് പുനഃപരിശോധിക്കേണ്ട ആവശ്യമാണ്. അതിനകത്ത് രാഷ്ട്രീയമല്ല ഇത്. വേണ്ടാത്ത ഒരു ഇലക്ഷൻ ജയിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ പറഞ്ഞതായിരിക്കാം, പക്ഷേ അത് തെറ്റായ ഒരു തീരുമാനമാണ്, ഒരു കീഴ്വഴക്കമാണ്. അതിനെ ഞാൻ എതിർക്കുന്നു. ഞാൻ ഇനി ഇത് സൗജന്യമായിട്ട് നടപ്പിലാക്കിയാൽ പോലും എൻ്റെ ഭാര്യയോ മക്കളോ ബസ്സൊക്കെ കയറിയാൽ ടിക്കറ്റ് എടുത്തായിരിക്കും യാത്ര ചെയ്യുന്നത്. അങ്ങനെ കണക്കൂട്ടുന്ന ഒരാളാണ് ഞാൻ. ഇത് കംപ്ലീറ്റ് ആയിട്ടും നടപ്പിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് കംപ്ലീറ്റ് ആയിട്ട് നടപ്പിലാക്കാൻ പറ്റും. എന്ത് ചെയ്യണം? ഇത് ഡിപ്പാർട്ട്മെൻ്റ് ആക്കണം. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പോലെ KSRTCയും ഡിപ്പാർട്ട്മെൻ്റ് ആക്കണം. അപ്പോൾ അതിന് ശമ്പളം കൊടുക്കുന്ന സർക്കാരായിരിക്കും. സർക്കാർ ശമ്പളം കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഇത് ഒരു പൊതുജനങ്ങൾക്ക് സേവനമായിട്ട് നടത്താം. അങ്ങനെ നടത്താൻ പറ്റുള്ളൂ. അല്ലാതെ ഇതിൻ്റെ ഈ വരുമാനം കൊണ്ട് ശമ്പളം കൊടുക്കുന്ന രീതിയാണ് ഇപ്പോൾ തുടരുന്നതെങ്കിൽ നടപ്പിലാക്കാൻ സാധിക്കില്ല, പരാജയമായിരിക്കും. ഇപ്പോൾ നഷ്ടത്തിലോടുന്ന KSRTC വീണ്ടും കുറച്ചുകൂടി നഷ്ടത്തിലോടും. അല്ലെങ്കിൽ ഇത് ഈ KSRTCയെ മാത്രമല്ല ബാധിക്കുന്നത്, സ്വകാര്യ മേഖലയിലും ബാധിക്കും. കാരണം കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരുമ്പം അത് യാത്രക്കാരില്ലാതെ വരും. നമുക്ക് നാട്ടിൽ പെണ്ണുങ്ങളാണല്ലോ കൂടുതലും യാത്ര ചെയ്യുന്നത്. ഒരു ബസ്സിൽ കയറിയാൽ നമുക്കറിയാമല്ലോ, സാധാരണ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നവർ സ്ത്രീകളാണ് കൂടുതലും. അപ്പം അങ്ങനെ ഈ ഒരു തുല്യത ഉണ്ടാകിയല്ലോ ഇതിന്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു കാരണവശാലും നടപ്പിലാക്കരുത്. സർക്കാർ ഇനിയെങ്കിലും അതിന് പുറകോട്ട് പോകണമെന്നാണ്. കാരണം അത് ഒരു ജയിച്ചു, ഇപ്പം ഇലക്ഷൻ ഇതായിട്ട് നടപ്പിലാക്കി, അത് നടപ്പിലാക്കുന്നതിന് എത്രയോ വേണ്ടെന്ന് വെച്ച് പോകുന്നുണ്ട് സർക്കാർ. അതുപോലെ ഈ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിൻവാങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം. കൂടുതലും സ്ത്രീകളെ തന്നെ ആകർഷിച്ച ഒരു പദ്ധതിയായിരുന്നു. അപ്പം അത് കൂടുതൽ ഇവരിപ്പം വിജയിച്ചതിൻ്റെ ഒരു വലിയൊരു പങ്കും ഈ വാഗ്ദാനത്തിനാണെന്ന് നമുക്ക് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേര് നൽകിയ വാഗ്ദാനത്തിലൊന്നായിരുന്നു ഇത്. അപ്പോൾ അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അത് നടപ്പിലാക്കിയില്ലെങ്കിൽ പ്രതിപക്ഷം ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കില്ലേ? എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ പ്രതിപക്ഷം വലിയ ഒരു പ്രക്ഷോഭം, BJP പോലെയുള്ള സംഘടനകളൊക്കെ ചിലപ്പം വരുമായിരിക്കും. പക്ഷേ പ്രതിപക്ഷത്തുനിന്നൊരു, കാരണം അവർക്കും അറിയാം ഇത് നടപ്പിലാക്കാൻ പറ്റുന്നത്. കഴിഞ്ഞ സർക്കാരല്ലേ ഇപ്പോഴത്തെ പ്രതിപക്ഷം. ഇത് നടപ്പിലാക്കിയാൽ ഇത് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് ഡിപ്പാർട്ട്മെൻ്റ് ആക്കുക. പൊതുഗതാഗത വകുപ്പ്, ഈ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നുള്ളത് മാറ്റിയിട്ട് ഇപ്പോൾ ബോട്ട് സർവീസ് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റാണ്, ഇതല്ല, കോർപ്പറേഷനല്ല. അതുപോലെ ഡിപ്പാർട്ട്മെൻ്റ് ആക്കുക, ശമ്പളം സർക്കാർ കൊടുക്കുക. അപ്പോൾ പ്രശ്നം തീർന്നു. പുരുഷന്മാരെ അവഗണിച്ചു എന്നൊരു തോന്നലുണ്ട്? ഒരു തോന്നലുമില്ല. ഇത് സ്ത്രീകൾക്ക് വേണ്ടാത്ത ഇത് കൊടുത്തെന്ന് എൻ്റെ അഭിപ്രായമുള്ളൂ. എന്നാ വെച്ചാൽ സ്ത്രീകൾ ജോലി ചെയ്യുന്നവർ, മാന്യമായി ജോലി ചെയ്യുന്നവരെയും കൂടി അവമാനിക്കുന്നതിന് തുല്യമായത്. കാരണം മാന്യമായി ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് ശരിക്കും യാത്ര ചെയ്യാൻ പൈസ കൊടുക്കുന്നതിന് കുഴപ്പമില്ലെന്നേ. ഇന്നിപ്പോൾ പുരുഷന്മാരുടെ ഒപ്പം തന്നെ സ്ത്രീകൾക്ക് ശമ്പളമുണ്ട് സർക്കാർ ഗവൺമെൻറ് സർവീസിൽ, ഒരേ ബേസിക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 10,000-60,000 രൂപ ശമ്പളമുള്ളവർ എന്തിനാന്നേ സൗജന്യ യാത്രയ്ക്ക് പോകുന്നത്?
അവർ പോലും അതിനെ എതിർക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് സർക്കാർ പുറകോട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രൈവറ്റ് ബസ്സിൽ അവർ സമ്മതിക്കില്ല. അവർക്ക് ഈ കാശ് മുടക്കി സാധനം മേടിച്ചിട്ട് അവർക്ക് സൗജന്യം കൊടുക്കാൻ പറ്റില്ല. അവരിപ്പോൾ കൂലി കൂട്ടാനായിട്ട് അവരാലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ കുറക്കോ ഇല്ല. പെട്രോളും ഡീസലിനും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ഓരോ സാധന സാമഗ്രികൾക്കും വില കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഇവർ സൗജന്യ യാത്ര പ്രൈവറ്റ് ബസ് കൊടുക്കുന്നില്ല. സർക്കാർ കൊടുക്കുന്ന ഈ ഓർഡിനറി ബസ്സിൽ നിന്ന് മാറ്റി മറ്റുള്ള എല്ലാ സർക്കാരിൻ്റെ വകുപ്പ് എല്ലാ ബസ്സുകൾക്കും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ പുരുഷന്മാരെ അവഗണിച്ചു എന്നൊരു തോന്നലുണ്ടോ? അതുകൊണ്ട് അത് ഇനിയിപ്പോൾ അത് അവഗണിക്കുക മാത്രമല്ല, ഇനി പുരുഷന്മാർക്ക് ചാർജ് കൂട്ടുമോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. ഈ KSRTC പിടിച്ചേക്കണമെങ്കിൽ കടം ബാധ്യത വരിക. അപ്പോൾ ഇതിനകത്ത് കൂടി ഇതിൻ്റെ മറവിൽ ചാർജ് വർധനവും കൂടി പ്രതീക്ഷിക്കാൻ പറ്റും. ഇപ്പം നമുക്കറിയാം സ്ത്രീകൾ തന്നെ ഇതിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. അതായത് ഭൂരിഭാഗം സ്ത്രീകളും പറയുന്നത് ഒരു പ്രാബല്യത്തിൽ വരുന്ന ഒരു ഇതല്ലെന്ന് പറയുന്നുണ്ട്. പ്രാബല്യത്തിൽ വരില്ല അത് ഉറപ്പാണ്. കാരണം അത് ബാധ്യത വരിക, കടബാധ്യത കയറി വരിക. ട്രാൻസ്പോർട്ട് വകുപ്പ് പൂട്ടാൻ തന്നെ സാധ്യതയുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചേട്ടൻ നമുക്കറിയാം KSRTCയിൽ സൗജന്യ യാത്ര എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് UDF സർക്കാർ കൊടുത്ത ഒരു വാഗ്ദാനമാണ്. അതിപ്പോൾ നടപ്പിലാക്കാൻ കഴിയുന്ന സർക്കാർ തന്നെ പാടുപെടുകയാണ്. നമുക്കറിയാം ഇപ്പോൾ ഇന്നലെ വരെ ഓർഡിനറി ബസ്സിൽ മാത്രമാണെന്ന് പറഞ്ഞത് ഇപ്പോൾ സ്വകാര്യ ബസ്സുകളെ കടമെടുത്തുകൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എത്രമാത്രം പ്രാബല്യത്തിൽ വരുമെന്നാണ് ചേട്ടന് തോന്നുന്നത്? ഒരിക്കലും നടക്കാൻ പറ്റില്ലാത്ത ഒരു വാഗ്ദാനമായിരുന്നു. അത് UDF അധികാരത്തിൽ വരാൻ വേണ്ടി ഒരു പൊള്ളയായ വാഗ്ദാനമായിരുന്നു. അതൊരിക്കലും നടപ്പാക്കാൻ പറ്റില്ല. അത് നമുക്ക് സാധാരണക്കാർക്ക് അറിയാം. സാധാരണ ഈ ട്രാൻസ്പോർട്ട് ഇത് നഷ്ടത്തിൽ പോകുന്നതൊരു സംഭവമാണ്. അതിലേക്ക് ഇനി സൗജന്യ യാത്രകൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പം തന്നെ ശമ്പളം പോലും കൊടുക്കാൻ പറ്റില്ല. അത് അവർക്ക് സീറ്റ് കിട്ടാൻ വേണ്ടി ഒരു പൊള്ളയായ വാഗ്ദാനം തന്നു. അവിടുത്തെ ജനങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. പുരുഷന്മാരെ അവഗണിച്ചു എന്നൊരു തോന്നലുണ്ടോ? പുരുഷന്മാരെ അവഗണിച്ചെന്ന് തോന്നലില്ല. പുരുഷന്മാരും കൂടെയും കൊടുക്കണമെന്ന് പറയണമായിരുന്നു. അതുകൊണ്ടാകുമ്പോൾ സമ്പൂർണ്ണമായനെ. നമുക്കറിയാം 80% സ്ത്രീകളാണ് KSRTCയിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്കൊരു ആനുകൂല്യമാണ്. പക്ഷേ അത് സർക്കാരിനെ ആയിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അവർക്ക് വീണ്ടും ഒരു നഷ്ടത്തിലേക്കേ പോകത്തുള്ളൂ. അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? സർക്കാരല്ലല്ലോ ഇതൊരു കോർപ്പറേഷനാണ്. അതിൽ സർക്കാർ അതിന് സഹായം കൊടുക്കേണ്ടി വരും. എന്തെങ്കിലാണ് അത് നിലനിർത്താൻ പറ്റുള്ളൂ. ഇതൊരിക്കലും സർക്കാർ കൊടുക്കുകയോ ഇല്ല. ആ സ്ഥാപനം പൂട്ടിപ്പോകേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. പിന്നെ സ്വകാര്യ ബസ്സുകൾക്കും ഇത് ഭയങ്കര ഒരു ഇതാണ്. സ്വകാര്യ ബസ്സുകളും അവരെ ലോബിയൊക്കെ ഇവരെ സഹായിച്ചതാണല്ലോ. അവർക്കൊരു ഇരട്ടടിയാണ് ഇങ്ങനെ ഇത് നടപ്പാക്കിയാൽ തന്നെ. നടപ്പാക്കുമല്ലോ, ഒരിക്കലും നടപ്പാക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ പിങ്ക് ബസ് ഇറക്കണമെന്ന് പറഞ്ഞ് അതെല്ലാം പ്രായോഗികമായ കാര്യങ്ങളല്ല. ഇതൊക്കെ ചുമ്മാ പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമാണ്. അതിന് ജനങ്ങൾ വീണുപോയി. അതാണ് സംഭവിച്ചത്. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ സൗജന്യങ്ങളൊക്കെ നിർത്തലാക്കണമെന്നുള്ള അഭിപ്രായം. ഒന്നാമത് KSRTC നഷ്ടത്തിലാണ്. അപ്പോൾ പിന്നെ ഈ സ്ത്രീകൾക്ക് ഒന്നാമത് ഇതിലെ ട്രാൻസ്പോർട്ട് ബസ് അങ്ങനെ ഇല്ല ഈ കോട്ടയം എറണാകുളം റൂട്ടിൽ. അതൊക്കെ എന്തോരം വിജയിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. സർക്കാർ ചെയ്തേക്കണ വാഗ്ദാനമല്ലേ, അത് നടപ്പിലാക്കട്ടെ. പുരുഷന്മാർക്കൊരു പരിഗണന കൊടുക്കുന്നില്ലെന്നൊരു തോന്നലുണ്ടോ? പുരുഷന്മാർക്ക് പരിഗണന കൊടുക്കാൻ അങ്ങനെ ഒരു തോന്നലില്ല. ഇല്ല. ഇപ്പം നമുക്കറിയാം സ്ത്രീകൾ, അതായത് 80% സ്ത്രീകളാണ് കൂടുതലും KSRTCയിൽ കയറുന്നത്. അപ്പം അതൊരു വലിയൊരു കടബാധ്യതയിലേക്ക് സർക്കാരിനെ കൊണ്ടെത്തിക്കത്തില്ലേ? പിന്നെ അത് ഭയങ്കര ബാധ്യതയായിരിക്കും. ഇപ്പം തന്നെ കോടിക്കണക്കിന് നഷ്ടത്തിൽ സർക്കാർ കൊടുത്തുകൊണ്ടാണല്ലോ അവർക്ക് ശമ്പളം പെൻഷനൊക്കെ കൊടുക്കണം. ഒന്നും കൂടി അധോഗതിയിലേക്ക് ആവുകയുള്ളൂ ഇങ്ങനത്തെ തീരുമാനങ്ങൾ. ഇപ്പം സ്വകാര്യ ബസ്സുകൾ കടമെടുത്ത് ഇത് നടപ്പിലാക്കാന്നുള്ളൊരു നടപടിയിലോട്ട് സർക്കാർ കടന്നിട്ടുണ്ട്. അപ്പോൾ അത് എത്രമാത്രം പ്രാബല്യത്തിൽ വരുമെന്നാണ് തോന്നുന്നത്? അതൊന്നും വിജയിക്കുമെന്ന് തോന്നണില്ല. ഈ കോടികൾ എവിടുന്ന് എല്ലാ മാസം എടുത്തെടുത്ത് ഇങ്ങനെ ഈ സൗജന്യത്തിന് വേണ്ടി കൊടുത്ത് മുടിയും അല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാൻ പോണില്ല. പിന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ബസ്സുകൾ യാത്ര ചെയ്യണം. പുരുഷന്മാർ കൂടുതലും 2 വീലറും ഇങ്ങനെയൊക്കെയാണ് കൂടുതലും പോണത്. അതുകൊണ്ട് കൂടുതൽ നഷ്ടത്തിലോട്ടേ പോവുള്ളൂ. UDF ഒരു പ്രകടനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അത് ബസ്സുകൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സാധാരണ അതായത് ജോലിയുള്ളവർക്കോ അല്ലെങ്കിൽ ഒരു 10,000 ഒരു 20,000 രൂപയ്ക്ക് മുകളിൽ പോകുന്ന സാലറി മേടിക്കുന്നവരോട് ഈ പൈസ വാങ്ങിയേ പോകാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് 20,000 രൂപയ്ക്ക് താഴെയുള്ളവർക്കാണ് കുഴപ്പമില്ല. ഇത് ആളുകൾ ദുരുപയോഗം ചെയ്യുന്നുള്ള ഒരു തോന്നൽ. അവരൊക്കെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ജോലിയുള്ളവർക്ക് ഇതിപ്പോൾ എല്ലാവരും ഫ്രീ ആയിട്ട് പോകാമല്ലോ എന്നൊരു കണക്കൂട്ടിലുള്ള ആൾക്കാർ പോകും. പക്ഷെ അത് നമുക്ക് നമ്മുടെ രാജ്യം നിലനിൽക്കണ്ടേ? സമ്പത്ത് വ്യവസ്ഥയിൽ ഇതൊക്കെ ഒരുപാട്
ഇപ്പം നിസ്സാരമല്ല നമുക്ക്. ഞാൻ തന്നെ കേരളം ഒരുപാട് സാമ്പത്തിക നമ്മളൊക്കെ ഒരുപാട് പെൻഷൻ മേടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളെ കൂടി ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കാര്യം എൻ്റെ ഒരു പഴയ സുഹൃത്തും കൂടിയാണ് മുഖ്യമന്ത്രി. ഞങ്ങളൊന്നിച്ചിവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. ഞാൻ INTUSയുടെ ചുമട്ടുതൊഴിലാളി യൂണിയനിൽപ്പെട്ട ഒരാളാണ്. ഇപ്പോൾ നമ്മൾ റിട്ടയർഡായി മാറി നിൽക്കുക. പുരുഷന്മാർക്കൊരു പരിഗണന കൊടുത്തില്ലെന്നൊരു തോന്നലുണ്ടോ? ഇല്ലില്ല, അങ്ങനെയില്ല. കാരണം എന്താണെന്ന് അറിയാം, നമുക്കെപ്പോഴും അമ്മയാണല്ലോ, സ്ത്രീയാണ് ഏറ്റവും വലുത്. അമ്മയും സഹോദരിയാണ്. അങ്ങനെ സ്ത്രീകൾക്ക് നമ്മളെപ്പോഴും ഇത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവർ ഒരു 45 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവരൊന്നിനും കൊള്ളുകയില്ല. പിന്നെ മോടി പിടിപ്പിക്കൽ മാത്രമേ പറ്റുള്ളൂ. ഈ 45 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീയുടെ ആരോഗ്യം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ നമ്മളല്ലേ സഹായം ചെയ്യേണ്ടത്. അപ്പോൾ അവരങ്ങനെ പോകണമെങ്കിലും നമ്മൾക്കൊരു കുഴപ്പമില്ല. കാരണം ഞാനതിനോട് യോജിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇതിങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കാവുള്ളൂ. 20,000 രൂപയ്ക്ക് താഴെ വരുമാനമുള്ളവർക്ക്. ഓർഡിനറി ബസ്സിൽ നിന്ന് മാറി സ്വകാര്യ ബസ്സുകളെയും കൂടി കടമെടുത്ത് ഇത് നടപ്പിലാക്കാനായിട്ട് സർക്കാർ പദ്ധതി ഇടുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, അത് സർക്കാരിന് അതിന് സാമ്പത്തികമായിട്ട് നിലനിൽപ്പുണ്ടായി ചെയ്യണതിന് കുഴപ്പമില്ല. സ്വകാര്യ ബസ്സുകാർ നമ്മളിത് പ്രകടനപത്രിക പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഓൾറെഡി ഈ പരിപാടി നമ്മൾ നടത്തണം. സ്വകാര്യ ബസ്സുകാർ അതിന് അനുവാദം കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവർ കൊടുക്കില്ല. അവർക്ക് ടാക്സൊക്കെ ഇത്തിരി കൂടുതലാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ സ്വകാര്യ ബസ് ഒരുപാട് ടാക്സ്, അവരുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്.